ഈ മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കുകയാണ്. ജോഷില ചേരുന്നു. ജോഷില ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് അവിടുത്തെ സജ്ജീകരണങ്ങൾ? ഷമി, ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടി GVHSS സ്കൂളിലാണ്. ഇവിടെയാണ് നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ, നിലമ്പൂരിൽ നിന്ന് റിക്കവറി ചെയ്ത് വരുന്ന മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീധന്യ IASന്റെ നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എല്ലാ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പല സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 32 മൃതദേഹങ്ങൾ ഇവിടേക്ക് നിലമ്പൂരിൽ നിന്നും റിക്കവറി ചെയ്ത് ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന് ഇവിടെ ഏകദേശം 50ഓളം മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളോട് അല്പസമയം മുൻപ് ശ്രീധന്യ IAS പങ്കുവച്ചത്. അവർ മാധ്യമങ്ങളെ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. അവർ എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഇത് ഒരുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം. അതിനുശേഷം മാത്രം മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാം തന്നെ, ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇതിനായി, അതായത് വരുന്ന മൃതദേഹങ്ങൾ സൂക്ഷിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉദ്യോഗസ്ഥ തലത്തിലായാലും നാട്ടുകാരുടെ ഇടയിലായാലും സന്നദ്ധ പ്രവർത്തകരായാലും എല്ലാം തന്നെ ഇത്രയും സമയം ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഒരു സ്കൂളിനെ ആകെ തന്നെ ഈ ഒരു മൃതദേഹം സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലം ആക്കി കൃത്യമായി സജ്ജീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്, അവിടെ നിന്നും പുറപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏകദേശം 32ഓളം മൃതദേഹങ്ങൾ അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അല്പസമയത്തിനകം ഇവിടേക്ക് കൊണ്ടുവരും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിലുള്ള നാട്ടുകാർ, ഞങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഞങ്ങൾ എത്തിയിട്ട് ഒരു മണിക്കൂറോളം ഇവിടെ എത്തിയിട്ട് ഇവിടെ പ്രവർത്തനം നമ്മളിവിടെ ബോഡി വരുന്ന നിലമ്പൂർ വരുന്ന ബോഡി നോക്കിയിട്ട് ആളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആളുകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി. കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ ആണ് മൃതദേഹം സൂക്ഷിക്കുക. ഇവിടേക്ക് മറ്റ് ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേരും. മൃതദേഹം തിരിച്ചറിയാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കും എന്നുള്ളതാണ്. അതായത് നിലമ്പൂരിൽ നിന്നുള്ള എല്ലാ മൃതദേഹങ്ങളും മേപ്പാടി GVHSS സ്കൂളിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്നും ബന്ധുക്കളെ കാണിക്കും. ബന്ധുക്കൾ ഇത് തിരിച്ചറിയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ GVHSS നടക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ക്യാമ്പുണ്ട്. അതായത് ബന്ധുക്കളെ അടക്കം, ഈ ദുരിതത്തിൽ പെട്ട ബന്ധുക്കളെ അടക്കം ഇവിടെ ക്യാമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് അതിന് തൊട്ടടുത്തുള്ള സ്കൂൾ ഇതേ രീതിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും കൃത്യമായ പ്രവർത്തനങ്ങൾ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമി.